ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. അതിവേഗത്തിൽ കൃത്യതയോടെ ലക്ഷ്യം കൈവരിച്ച പോരാട്ടമായി ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മിക്കപ്പെടുമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്ന പരിപാടി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരമർപ്പിക്കും. സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്തു നിർത്തി സമഗ്ര വികസന മാതൃക സൃഷ്ടിക്കാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. ദേശീയപാതകളുടെ പദ്ധതി വിവരങ്ങൾ അടങ്ങിയ QR കോഡ് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. കൊല്ലം ഓച്ചിറയിലെ പ്രസിദ്ധമായ കാളകെട്ടുത്സവം ഇന്ന്. സ്ത്രീകളടങ്ങിയ സംഘം ഉൾപ്പെടെ 200-ലധികം കാളരൂപങ്ങൾ പടനിലത്തിലെത്തും. വെസ്റ്റ് ഇൻഡീസിനെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. 2-ാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 286 റൺസ് ലീഡ്. വാർത്തകൾ വിശദമായി. അതിവേഗത്തിൽ കൃത്യതയോടെ ലക്ഷ്യം കൈവരിച്ച ഒരു പോരാട്ടമായി ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മിക്കപ്പെടുമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. 93ാമത് വ്യോമസേനാ ദിന വാർഷികാഘോഷത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആസൂത്രണ ഘട്ടം മുതൽ തന്നെ 3 സേനാ വിഭാഗങ്ങളും ഒന്നിച്ച് ഏകോപിച്ച് പ്രവർത്തിച്ചുവെന്നും മാറുന്ന യുദ്ധമുഖത്തിനനുസരിച്ച് രാജ്യത്തെ സേനകൾ സദാ തയ്യാറാണെന്നും AP സിംഗ് വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഇത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ ഇതിലും ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയും രാജസ്ഥാനിൽ പറഞ്ഞു. രാജ്യത്ത് യുവജന കേന്ദ്രീകൃതമായ വിവിധ സംരംഭങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഡൽഹിയിൽ തുടക്കം കുറിക്കും. 62,000 കോടിയിലധികം രൂപയുടെ സംരംഭങ്ങൾക്കാണ് നാളെ തുടക്കമാകുന്നത്. രാജ്യത്തെ 1000 സർക്കാർ ITIകളുടെ നവീകരണത്തിനായി PM സേതുവിനും നാളെ പ്രധാനമന്ത്രി തുടക്കമിടും. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം വാനോളം ലാൽ സലാം പരിപാടി നാളെ തിരുവനന്തപുരത്ത് നടക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ശ്രീ മോഹൻലാലിനെ ആദരിക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. ശനിയാഴ്ച വൈകിട്ട് 4:30 മണിക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സോളോ വയലിനുമായാവും മോഹൻലാലിനെ ആദരിക്കുന്ന പരിപാടി ആരംഭിക്കുക. പരിപാടിക്കായുള്ള ഒരുക്കങ്ങൾ വിവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വിലയിരുത്തി. മോഹൻലാലിന്റെ നടന ചാതുരിക്ക് അർപ്പണമായി കഥകളി ആചാര്യൻ കലാമണ്ഡലം സുബ്രഹ്മണ്യൻ ആശാൻ തിരനോട്ടം അവതരിപ്പിക്കും. മോഹൻലാൽ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ രാഗം മോഹനമാവും ഇതേ തുടർന്ന്. ഇതിൽ മോഹൻലാലും ഗാനമാലപിക്കും. സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്തു നിർത്തിക്കൊണ്ട് സമഗ്രമായ വികസന മാതൃകകൾ സൃഷ്ടിക്കാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ നവകേരള നിർമ്മിതി ലക്ഷ്യമിടുന്ന വിഷൻ 2031 സംസ്ഥാനതല സെമിനാർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം രൂപീകൃതമായതിന്റെ 75ാം വാർഷികമായ 2031 കൈവരിക്കേണ്ട വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനാണ് വിഷൻ 2031 ലക്ഷ്യമിടുന്നത്. ക്ഷേമനിധി ബോർഡിലൂടെ 84,203 പേർക്ക് 347 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി V ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് മോട്ടോർ വാഹന ക്ഷേമനിധി ബോർഡിന്റെ കുടിശ്ശിക നിവാരണ ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ 5 മാസങ്ങളിലായി 41,990 പേർ പുതുതായി അംഗത്വമെടുത്തതായി മന്ത്രി പറഞ്ഞു. ദേശീയപാതകളുടെ പദ്ധതി വിവരങ്ങൾ അടങ്ങിയ QR കോഡ് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. ദേശീയപാത ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ കാണുന്ന തരത്തിലാണ് QR കോഡുകൾ അടങ്ങിയ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ദേശീയപാതകളെക്കുറിച്ച് പ്രത്യേക വിവരങ്ങൾ നൽകുന്നതിനും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും QR കോഡ് സൂചനാ ബോർഡുകൾ സഹായിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന് ഇന്ന് 11 വയസ്സ്. 2014 ഒക്ടോബർ 3 മൻ കി ബാത്തിന്റെ ആദ്യ പ്രക്ഷേപണം നടന്നത്. രാജ്യമെമ്പാടുമുള്ള ജനങ്ങളിൽ നിന്നും നേരിട്ട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഹൃദയത്തിൽ തൊടുന്ന ഒരു ജനകീയ പരിപാടിയാണ് മൻ കി ബാത്ത് എന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ VP ശ്രീകല. ത്തിന്റെ മുന്നേറ്റത്തിലും വികസനത്തിലും ഓരോരുത്തരുടെയും പങ്ക് നിർണായകമാണ്. അതിനാൽ ഇത് കേവലം ഒരു ജനകീയ സംവാദമായി മാത്രമല്ല, മറിച്ച് ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്ന ഒരു വേദിയും എന്നതാണ് രാജ്യത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സാധാരണ മനുഷ്യരുടെ അനുഭവങ്ങളും സംഭാവനകളും മൻ കി ബാത്ത് ഉയർത്തിക്കാട്ടുന്നു.
ഓണാട്ടുകരയ്ക്ക് പ്രധാനമായ 28ാം ഓണാഘോഷ ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ന് ഓച്ചിറയിൽ പ്രസിദ്ധമായ കാളകെട്ട് ഉത്സവം നടക്കും. ചെറുതും വലുതുമായ കെട്ടുകാളകളെ വൈകിട്ട് പരബ്രഹ്മ സന്നിധിയിലേക്ക് എഴുന്നള്ളിക്കും. 52 കരകളിലെ വിവിധ കാളമൂടുകളിൽ കാളകെട്ട് സമിതികളുടെ നേതൃത്വത്തിൽ കെട്ടിയുണ്ടാക്കിയ 200-ലധികം കാളരൂപങ്ങളാണ് സന്ധ്യയോടെ പടനിലത്തെത്തുക. 24 വനിതാ കാളകെട്ട് സമിതികളും ഇത്തവണ കാളരൂപങ്ങൾ എഴുന്നള്ളിക്കുന്നുണ്ട്. കാളകെട്ട് ഉത്സവത്തോടനുബന്ധിച്ച് ദേശീയപാത 66-ൽ കരുനാഗപ്പള്ളി മുതൽ കായംകുളം വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നവരാത്രി വിഗ്രഹങ്ങളുടെ തിരുവനന്തപുരത്തു നിന്നുള്ള മടക്ക ഘോഷയാത്ര നാളെ രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സരസ്വതി ദേവിയും ആര്യശാല ദേവീക്ഷേത്രത്തിൽ നിന്ന് കുമാരസ്വാമിയും ചെന്തിട്ട ക്ഷേത്രത്തിൽ നിന്ന് 300 നങ്കയും എഴുന്നള്ളി കിള്ളിപ്പാലത്ത് സംഗമിക്കും. കിള്ളിപ്പാലത്ത് കേരള പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകും. തുടർന്ന് 3 വിഗ്രഹങ്ങളും പത്മനാഭപുരത്തെയും ശുചീന്ദ്രത്തെയും മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങും. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മാറ്റിവെച്ച തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പും പൂജാ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും നാളെ നടക്കും. തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പ്രകാശനം നിർവഹിക്കും. കഴിഞ്ഞ മാസം 27-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന നറുക്കെടുപ്പ് അപ്രതീക്ഷിതമായുണ്ടായ കനത്ത മഴ, GST പരിഷ്കരണം, ഏജന്റുമാരുടെ അഭ്യർത്ഥന എന്നിവ പരിഗണിച്ച് നാളത്തേക്ക് മാറ്റുകയായിരുന്നു. ജീവജാല വൈവിധ്യത്തിൽ പശ്ചിമഘട്ടത്തിലെ ഹോട്ട്സ്പോട്ടായി പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. ഇവിടെ നടന്ന വാർഷിക സമഗ്ര ജന്തുജാല വിവരശേഖരണത്തിൽ കൂടുതലായി രേഖപ്പെടുത്തിയത് 12 പുതിയ ജീവികളെയാണ്. 8 ചിത്രശലഭങ്ങൾ, 2 പക്ഷികൾ, 2 തുമ്പികൾ എന്നിവയാണ് പുതിയതായി സാന്നിധ്യം അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രവും വനംവകുപ്പും പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനും സംയുക്തമായി തിരുവനന്തപുരം ആസ്ഥാനമായ ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് സമഗ്ര ജന്തുജാല വിവരശേഖരണം നടത്തിയത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിലെ 30-ലധികം ക്യാമ്പുകളിലായി നടന്ന സർവേയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 100-ലധികം പേർ പങ്കെടുത്തു. 8 പുതിയ ചിത്രശലഭങ്ങൾ ഉൾപ്പെടെ ആകെ 207 ചിത്രശലഭങ്ങളെ സർവേയിൽ കണ്ടെത്തി. എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് BJP ആലപ്പുഴ സൌത്ത് ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി. നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിന്റെ പക്കൽ ഉള്ള 200 ഏക്കറോളം അധിക ഭൂമി എയിംസ് സ്ഥാപിക്കാൻ കൈമാറണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കാനും യോഗം തീരുമാനിച്ചു. അഹമ്മദാബാദിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. 2-ാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റിന് 448 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയ്ക്കായി KL രാഹുലും ധ്രുവ് ജുറേലും രവീന്ദ്ര ജഡേജയും സെഞ്ചുറി നേടി. നിലവിൽ ഇന്ത്യയ്ക്ക് 286 റൺസ് ലീഡാണുള്ളത്. ആദ്യ ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് 162 റൺസിന് പുറത്തായിരുന്നു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന് മഞ്ചേരിയിൽ അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി M സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. സൂപ്പർ ലീഗ് കേരള പോരാട്ടങ്ങൾക്ക് മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം കിക്ക് ഓഫ്. മലപ്പുറം FCയും തൃശൂർ മാജിക് FCയും തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞ സീസണിൽ നിറം മങ്ങിയ 2 ടീമുകൾക്കും പ്രധാനമാണ്. റഷ്യൻ പരിശീലകൻ ആന്ദ്രേ ഷെർണോവിന്റെ കീഴിൽ മികച്ച പരിശീലനം പൂർത്തിയാക്കിയാണ് തൃശൂർ എത്തുന്നത്. സ്പാനിഷ് പരിശീലകന്റെ കീഴിലാണ് മലപ്പുറം തയ്യാറെടുത്തിരിക്കുന്നത്. സൂപ്പർ സ്ട്രൈക്കർ റോയ് കൃഷ്ണയുടെ സാന്നിധ്യമാണ് മലപ്പുറത്തിന്റെ ഹൈലൈറ്റ് എങ്കിൽ ഒത്തിണക്കമുള്ള മികച്ച ടീമിനെ സെറ്റാക്കിയാണ് മാജിക് സംഘത്തിന്റെ വരവ്. ശബരിമലയിൽ സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് സുതാര്യമായി അല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. അതേസമയം സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരിൽ കുറ്റം ചുമത്തി സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒഴിഞ്ഞുമാറുകയാണെന്ന് BJP നേതാവ് V മുരളീധരനും ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗത്തിൽ കൃത്യതയോടെ ലക്ഷ്യം കൈവരിച്ച പോരാട്ടമായി ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മിക്കപ്പെടുമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്ന പരിപാടി നാളെ തിരുവനന്തപുരത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരമർപ്പിക്കും. സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്തു നിർത്തി സമഗ്ര വികസന മാതൃക സൃഷ്ടിക്കാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നതെന്ന് മന്ത്രി R ബിന്ദു. ദേശീയപാതകളുടെ പദ്ധതി വിവരങ്ങൾ അടങ്ങിയ QR കോഡ് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. കൊല്ലം ഓച്ചിറയിലെ പ്രസിദ്ധമായ കാളകെട്ട് ഉത്സവം ഇന്ന്. സ്ത്രീകളടങ്ങിയ സംഘം ഉൾപ്പെടെ 200-ലധികം കാളരൂപങ്ങൾ പടനിലത്തെത്തും. വെസ്റ്റ് ഇൻഡീസിനെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. 2-ാം ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 286 റൺസ് ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
രാത്രി 7:25